നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഹെക്സാവെയർ ടെക്നോളജീസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷമാണ്. ഇന്ത്യ ബേസ് ചെയ്തിട്ട് എടുത്തു പറയുകയാണെങ്കിൽ നവി മുംബൈ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ ടെക്നോളജി കമ്പനിയാണ് ഹെക്സാവെയർ ടെക്നോളജീസ് ലിമിറ്റഡ്. ഒരു ഗ്ലോബൽ ഡിജിറ്റൽ ടെക്നോളജി സർവീസസ് ലീഡറാണ് കമ്പനി. പ്രധാനമായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI-യിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ഹെക്സാവെയർ ടെക്നോളജീസ് നടത്തുന്നത്. അവർ ഇന്നോവേറ്റീവായിട്ടുള്ള AI എനേബിൾഡ് സൊല്യൂഷൻസ് കൊണ്ട് അവരുടെ കസ്റ്റമേഴ്സായിട്ടുള്ള ഓർഗനൈസേഷൻസിനെ അല്ലെങ്കിൽ വലിയ ഇൻഡസ്ട്രി ലീഡേഴ്സിൻ്റെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ യാത്രകളിൽ കൂടുതൽ കരുത്തേകുന്ന ഒരു കമ്പനിയാണ് ഹെക്സാവെയർ ടെക്നോളജീസ് എന്നുള്ളത്. ഈ കമ്പനിയുടെ IPO 12-ാം തീയതി ഓപ്പൺ ചെയ്ത് 14-ാം തീയതി ക്ലോസ് ചെയ്യുന്നു, ഫെബ്രുവരി മാസത്തിൽ. അപ്പോൾ 8,750 കോടി രൂപയാണ് അവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. ഇത് പൂർണ്ണമായിട്ടും ഓഫർ ഫോർ സെയിൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഹെക്സാവെയർ ടെക്നോളജീസ് ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനിയുടെ ഇഷ്യൂ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് കിടക്കാം. ഹെക്സാവെയർ ടെക്നോളജീസ് പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ അവർ സപ്പോർട്ട് നൽകുന്ന പ്രധാന ഇൻഡസ്ട്രിയൽ സെക്ടറുകൾ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ടത് ഫിനാൻഷ്യൽ സർവീസസും ഹെൽത്ത് കെയർ, ഇൻഷുറൻസ്, അതുപോലെ തന്നെ മാനുഫാക്ചറിങ്, കൺസ്യൂമർ, ഹീടെക്, പ്രൊഫഷണൽ സർവീസസ്, ബാങ്കിങ്, ട്രാവൽ ആൻഡ് ട്രാൻസ്പോർട്ട് തുടങ്ങിയിട്ടുള്ള വിവിധ തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ മേഖലയെയാണ് ഹെക്സാവെയർ ടെക്നോളജീസ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹെക്സാവെയറിൻ്റെ AI എനേബിൾഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടുള്ള അവരുടെ പ്ലാറ്റ്ഫോം റാപ്പിഡെക്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. AI പവേർഡ് ഓട്ടോമേഷന് വേണ്ടിയിട്ട് ടെൻസായി എന്നും ക്ലൗഡ് അഡോപ്ഷന് വേണ്ടിയിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അമേസ് എന്നുള്ള പേരിലുമാണ് അറിയപ്പെടുന്നത്. ആ സംവിധാനങ്ങൾ വഴി അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ട ഹെൽപ്പുകളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സർവീസസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 38 ഡെലിവറി സെൻറ്റേഴ്സും 16 ഓഫീസസുമാണ് ഗ്ലോബലി ഇപ്പോൾ കമ്പനിക്ക് ഉള്ളത്. അതായത് അമേരിക്കയിലും യൂറോപ്പിലും ഏഷ്യ പസഫിക് റീജിയനിലുമായിട്ട് ഉള്ളത്. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഏകദേശം 32,000-ഓളം എംപ്ലോയീസിനെയാണ് കമ്പനി ടോട്ടലായിട്ട് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഫോർച്യൂൺ 500 കമ്പനീസ് ഉണ്ടല്ലോ, അതിലെ പ്രധാനപ്പെട്ട 31 കമ്പനികൾക്ക് ഹെക്സാവെയർ സപ്പോർട്ട് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. കമ്പനിയുടെ പ്രൊമോട്ടർ ആരാണെന്ന് നോക്കുകയാണെങ്കിൽ CA മാഗ്നം ഹോൾഡിങ്സ് ആണ്. ഇവരുടെ കൈവശമാണ് 95% ഓഹരികളും ഇഷ്യൂവിന് തൊട്ട് മുമ്പ്. ഇനി നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഈ ചിത്രത്തിൽ കാണുന്ന ലാരി ക്യുൻലാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. CEO-യും എക്സിക്യൂട്ടീവ് ഡയറക്ടറും ശ്രീകൃഷ്ണ രാമകാർത്തികേയ എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ കാണുന്ന മറ്റേ വ്യക്തിയുമാണ്. ഇനി മറ്റ് കീ പോയിന്റ്സ് നോക്കുകയാണ്. EPS 18.75, P റേഷ്യോ 37.76, NAV 69.6 എന്നിങ്ങനെയാണ് കാണുന്നത്. ഇനി ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിലും ടോപ്പ് ലൈനും ബോട്ടം ലൈനും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് കാണുന്നത്. റവന്യൂ 7,177.7 കോടി രൂപയായിരുന്നു 2023. അടുത്ത വർഷമായപ്പോഴത്തേക്കും 9,199.6 കോടി രൂപയായി. 2024 ആയപ്പോഴത്തേക്കും 10,380.3 കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ ഈ വർഷത്തെ 3 ക്വാർട്ടറിലെ നോക്കുകയാണെങ്കിൽ തന്നെ 8,820 കോടി രൂപ ആണ് ഇതിൻ്റെ റവന്യൂ കാണിക്കുന്നത്. നെറ്റ് ഇൻകത്തിലും അതുപോലെ തന്നെയുള്ള ക്രമാനുഗതമായിട്ടുള്ള വർധനവാണ് കാണുന്നത്. 748.8 കോടി രൂപയാണ് 2022 കമ്പനിയുടെ ലാഭമെങ്കിൽ അടുത്ത വർഷം 884.2 കോടി രൂപയായിട്ട് അത് വർദ്ധിച്ചു. 2024 997.6 കോടി രൂപയായിട്ട് അത് വീണ്ടും ഉയർന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇപ്പോഴത്തെ 3 ക്വാർട്ടറിലെ നോക്കുകയാണെങ്കിൽ 853.3 കോടി രൂപയാണ് കമ്പനിയുടെ ലാഭം എന്ന് കാണുന്നുണ്ട്. അപ്പോൾ രണ്ട് ടോപ്പ് ലൈനും ബോട്ടം ലൈനും നല്ല പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഇനി കമ്പനിയുടെ പിയർ കമ്പനികൾ നോക്കുകയാണെങ്കിൽ പ്രധാന പിയർ കമ്പനികൾ നോക്കുകയാണെങ്കിൽ പെർസിസ്റ്റൻസ് സിസ്റ്റംസ് അതിൻ്റെ P റേഷ്യോ 73 ആണ്. ഇനി കോഫോർജ് 50 അതിൻ്റെ P റേഷ്യോ കാണുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ലീഡ് മാനേജേഴ്സ് നോക്കുകയാണെങ്കിൽ കോട്ടക് മഹീന്ദ്ര, പിന്നെ സിറ്റി ഗ്രൂപ്പ് ഗ്ലോബൽ മാർക്കറ്റ്, പിന്നെ JP മോർഗൻ, അതോടൊപ്പം തന്നെ HSBC സെക്യൂരിറ്റീസ്, IIFL ക്യാപിറ്റൽ സർവീസസും
ഇത്രയും ലീഡ് മാനേജേഴ്സ് ഉണ്ട്. അതുപോലെ അതിൻ്റെ രജിസ്ട്രാർ KFin ടെക്നോളജീസുമാണ്. ഹെക്സാവെയർ ടെക്നോളജീസ് ലിമിറ്റഡ് എന്ന ഈ കമ്പനിയുടെ IPO ശേഷം ഒറ്റനോട്ടത്തിൽ ഒന്ന് നോക്കാം. ഫെബ്രുവരി 12 മുതൽ 14 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് എന്ന് പറയുമ്പോൾ 674 രൂപ മുതൽ 708 രൂപ വരെയാണ്. ഇതിൻ്റെ ഫേസ് വാല്യൂ 1 രൂപയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവരുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് 90 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ അവർ റിസർവ് ചെയ്തിട്ടുണ്ട്. ഒരു ഓഹരിയിൽ 67 രൂപ ഡിസ്കൗണ്ടും എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ട്. അത് എംപ്ലോയീസിന് മാത്രമേ ഉള്ളൂ. ആ 90 കോടി രൂപ കുറച്ചിട്ട് ബാക്കിയുള്ള ഓഹരികളെ സംബന്ധിച്ച് 50% ഇൻസ്റ്റിറ്റ്യൂഷൻസിനും 15% നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും 35% റീറ്റെയിലേഴ്സിനുമാണ് കൊടുക്കുന്നത്. റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 35% ലഭിക്കുന്നുണ്ട്. ഒരു ലോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് 21 ഓഹരികളാണ്. അങ്ങനെ 13 ലോട്ട് വരെയാണ് അവർക്ക് അപ്ലൈ ചെയ്യാവുന്നത്. മറ്റുള്ള നോൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് 14 ലോട്ട് മുതൽ 68 ലോട്ട് വരെ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 8750 കോടി രൂപയ്ക്കുള്ളതാണ് ഇതിൻ്റെ ഇഷ്യൂ സൈസ് എന്ന് പറയുന്നത്. എല്ലാം ഓഫർ ഫോർ സെയിലാണ്. അപ്പോൾ ഫെബ്രുവരി 17 ആയിരിക്കും ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത് എന്ന് പ്രതീക്ഷിക്കാം. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യും. അത് മിക്കവാറും ഫെബ്രുവരി 19 ഇനി ഇത് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നവരോട് പറയാനുള്ളത് ഇതൊരു ഫുള്ളി പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ് ഇത്. പിന്നെ മാത്രമല്ല പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ടെക്നോളജിയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു കമ്പനിയാണ് ഹെക്സാവെയർ എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോപ്പ് ലൈനും ബോട്ടം ലൈനും വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം നല്ല ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഹെക്സാവെയർ ടെക്നോളജീസ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം ഇന്ത്യയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഇന്ത്യ ഹെഡ്ക്വാർട്ടർ ആയിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് ഹെക്സാവെയർ എന്നുള്ളത് നമുക്ക് ഒരു അട്രാക്ഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാ രീതിയിലുള്ള ലോങ് ടൈം ആണെങ്കിലും മിഡ് ടൈം ആണെങ്കിലും എല്ലാ തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അപ്ലൈ ചെയ്യാനായിട്ട് മികച്ചൊരു ഓഹരി തന്നെയാണ് ഹെക്സാവെയർ ടെക്നോളജീസ് ലിമിറ്റഡ് എന്നുള്ളത്. ഹെക്സാവെയർ ടെക്നോളജീസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷം കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. വീഡിയോ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.